വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC +1 +2 പരീക്ഷാ ഫലങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ വലിയ കാത്തിരിപ്പിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും വിദ്യാർത്ഥികളുടെ ചങ്കിടിപ്പുകൾ കൂടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിദ്യാർത്ഥികൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാരുടെ ചോദ്യങ്ങളാണ്. റിസൾട്ട് വരുമ്പോൾ എന്താകും, ഫുൾ A+ ആയിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിദ്യാർത്ഥികളെ എന്തായാലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികളുടെ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത്, ഉത്സവ പറമ്പുകൾ പോകുന്ന സമയത്ത്, ആരാധനാലയങ്ങളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, SSLCയുടെയും +2ൻ്റെയൊക്കെ പരീക്ഷാ ഫലം വരാറായല്ലോ, എന്തായി എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ നമ്മളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേർ ഉണ്ടല്ലോ എന്നുള്ള ടെൻഷനൊക്കെ വിദ്യാർത്ഥികളിൽ ഇങ്ങനെ ഉണ്ടാകുക സ്വാഭാവികമാണ്. എല്ലാ വർഷത്തെയും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുള്ളതുമാണ്, സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്നൊക്കെ അവിടെ പങ്കെടുത്തിട്ട് വരുന്ന അധ്യാപകരിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ വാല്യുവേഷൻ പ്രക്രിയ വളരെ കൃത്യമായി തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. SSLC പരീക്ഷയുടെയും +1ൻ്റെയും +2ൻ്റെയും +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും വാല്യുവേഷനുകളാണ് നടക്കുവാൻ വേണ്ടി പോകുന്നത്. അതിൽ SSLCയുടെയും +2ൻ്റെയും വാല്യുവേഷനും +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ വാല്യുവേഷനുമാണ് ആദ്യം നടക്കുക. എന്തായാലും ആദ്യ വാരത്തിൽ തന്നെ, മെയ് മാസത്തിലെ ആദ്യ വാരത്തിൽ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്തായാലും നമ്മൾ അധ്യാപകരുമായി പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ വർഷത്തെയും പോലെ തന്നെയുള്ള വാല്യുവേഷൻ പ്രക്രിയകൾ തന്നെയാണ് ഇപ്രാവശ്യം നടക്കുന്നത്. അല്ലെങ്കിൽ പരീക്ഷ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ SSLC +2 പരീക്ഷയിൽ ചില പരീക്ഷകളൊക്കെ വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ആവറേജ് നിലവാരത്തിലാണ് വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. ബയോളജി പരീക്ഷ ചില വിദ്യാർത്ഥികൾക്ക് പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഉള്ള ഒരു വാല്യുവേഷൻ തന്നെയാണ് ഇത്തവണ. പരീക്ഷ ടൈറ്റ് ആക്കണം അല്ലെങ്കിൽ വാല്യുവേഷൻ ടൈറ്റ് ആക്കണം എന്നുള്ള നിർദ്ദേശമൊന്നും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നിർദ്ദേശം സൂപ്പർവൈസർമാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അധ്യാപകരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ അളവും അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ അറിയാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ആയിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട സാഹചര്യത്തിലൂടെ ഒന്നുമല്ല കടന്നു പോകുന്നത്. വാല്യുവേഷനൊക്കെ തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ SSLC പരീക്ഷയ്ക്ക് ഇത്തവണയും 99% വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ +2 പരീക്ഷയുടെ വിജയ ശതമാനം 90-ൽ താഴെ തന്നെ നിൽക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ വർഷത്തെയും പോലെ തന്നെയുള്ള വാല്യുവേഷൻ പ്രക്രിയയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു നിർദ്ദേശം കൂടി പുറത്തിറക്കിയിരുന്നു. അതായത് വാല്യുവേഷൻ ക്യാമ്പുകൾ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ പാടില്ല. വിദ്യാർത്ഥികൾ വളരെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പുറത്തു വന്ന് വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശമൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് നൽകിയിട്ടുമുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും വാല്യുവേഷൻ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. വലിയ ആശങ്കപ്പെടുത്തുന്ന വാല്യുവേഷൻ പ്രക്രിയ അല്ല ക്യാമ്പുകളിൽ നടക്കുന്നത് എന്നാണ് അവിടെ പങ്കെടുക്കുന്ന അധ്യാപകരിൽ നിന്ന് മനസ്സിലാകുന്നത്. ബൈ.